നമസ്കാരം. ഇന്നേ ദിവസം പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജി എന്താണ്? ഓക്കെ, ഫസ്റ്റ് കറണ്ട് എനർജി നോക്കാം. ഇന്നത്തെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ചില നഷ്ടങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിരാശ കാണിക്കുന്നുണ്ട്. ഇമോഷണൽ പരമായി തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു, പക്ഷേ ഇന്ന ദിവസം വരാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു നിരാശ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് വളരെ ലേറ്റ് ആകും എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നുണ്ട്. എവിടെയെങ്കിലും ഓഫറിന് വേണ്ടി നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ജോലി സംബന്ധമായിട്ടോ റിലേഷൻ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് ഓഫർ ലഭിക്കേണ്ടതിന് അത് ലഭിക്കാതെ പോകുന്ന അവസ്ഥ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുമുള്ള കോള് മെസ്സേജ് റിപ്ലൈ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം നമുക്ക് അത് ലേറ്റ് ആകുന്നു. കിട്ടുന്നില്ല എന്നല്ല, വളരെ ലേറ്റ് ആകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു വിഷമത്തിലൂടെ ഇന്നേ ദിവസം കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചശക്തിയിൽ നിന്നും വരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു പെയിൻ സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. മേജർ ആർക്കാന സിറ്റുവേഷനാണ്. അപ്പം കുറച്ച് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ സ്പീഡ് കുറച്ച് ഓടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ പ്രോപ്പർട്ടി, ആ കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്യുക. ഓക്കെ, എല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലായിരിക്കണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഓക്കെ, കാരണം ഇന്ന ദിവസം നിങ്ങൾക്കൊരു പെയിൻ സിറ്റുവേഷനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പ്രപഞ്ചത്തിൻ്റെ ഒരു ലവ് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് ദ ടവറിൻ്റെ കാർഡിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ദ ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഒരു ചേഞ്ചാണ് വരുന്നത് കേട്ടോ. ജോലി സംബന്ധമായിരിക്കും കൂടുതലും കാണുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു പെയിൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ അവയർനെസ് ആയിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നിവിടെ